രാഷ്ട്രീയ നിരീക്ഷകൻ അരുൺ മോഹൻ കൂടി ചേരുകയാണ്. അരുൺ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് ദേശവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ച് ഈ പാറ്റക്കൂട്ടം രാജ്യതലസ്ഥാനത്തെ സംഘർഷഭരിതമാക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു അഴിഞ്ഞാട്ടത്തിന് ശ്രമിക്കുമ്പോൾ കൃത്യമായ ഒരു ഫണ്ടിങ് ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം ജനം ടി വി ആദ്യമേ പറഞ്ഞതാണ്. എന്തായാലും ഇത്തവണ ഞങ്ങൾക്കുപരിയായി പ്രതികരണം വരികയാണ്. അതായത് ഇൻഫ്ലുവൻസർമാർ, നടിയൊക്കെ വന്ന് പ്രതികരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളോടല്ല എന്നുള്ളത് കൂടി ഞാൻ എടുത്തു പറയുന്നു. കാരണം ANIയോടാണ് ആ പ്രതികരണം. രാജ്യം ഒട്ടുക്കും ചർച്ചയാകേണ്ട ഒരു വിഷയമാണ് ആ പ്രതികരണത്തിലുള്ളത്. അതായത് റീലുകൾ ചെയ്യുക, പോസ്റ്റുകൾ ചെയ്യുക. രാജ്യതലസ്ഥാനത്തേക്ക് വന്ന് ഒരു റീൽ ചെയ്തു കഴിഞ്ഞാൽ കോടികളുടെ വാഗ്ദാനമാണ്. ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കൂ എന്നുള്ള ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അവരവിടേക്ക് ചെല്ലുന്നു, റീലുകൾ ചിത്രീകരിക്കുന്നു, ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടും, അതിലുപരി കോടിക്കണക്കിന് രൂപയുടെ പണം അക്കൗണ്ടിലേക്ക് വരും. ഇതാണ് വാഗ്ദാനം. ഇത് ആകാംക്ഷാപുരി, നടി ആകാംക്ഷാപുരി തന്നെയാണ് ANIയോട് തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. ഇത് ആകാംക്ഷാപുരി തുറന്നു പറയുമ്പോൾ കേരളത്തിൽ നടക്കം രാജ്യതലസ്ഥാനത്തേക്ക് പോയി ഈ സംഘർഷത്തിന് കോപ്പ് കൂട്ടിയവരുണ്ടല്ലോ. എങ്ങനെയാണ് അരുൺ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? ഈ വിഷയത്തില് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് പലരും ഒരുപക്ഷെ ഈ വാർത്ത കേട്ടിരിക്കുന്നത്. പക്ഷെ മുമ്പ് ജനം ടി വി പറഞ്ഞതുപോലെ എനിക്ക് ഒരു ഞെട്ടലും ഉണ്ടായില്ല. കാര്യം പേയ്മെന്റ് പണം കുറഞ്ഞിരിക്കുന്ന സമയത്ത്, സിനിമകൾ കുറഞ്ഞിരിക്കുന്ന സമയത്ത്, തനിക്ക് ഫോളോവേഴ്സ് കുറഞ്ഞിരിക്കുന്ന സമയത്ത്, തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി രാജ്യത്തെ തന്നെ ഒറ്റുകൊടുത്താലും പണം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറെ ആളുകൾ, ഞാൻ ഇൻഡിവിജ്വലി ഓരോരുത്തരായിട്ട് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മലയാളത്തിലെ മഹാനടൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നവരൊക്കെ ഇത്തരത്തിൽ അഭിപ്രായം പറയുമ്പോൾ അവരെല്ലാവരും പണം മേടിച്ചിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ചിന്തിക്കുന്നത് ശരിയായ ദിശയിലാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ബോധപൂർവം ഉണ്ടാക്കുവാനുള്ള ഒരു പരിശ്രമം ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ? ഇത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ട് രാജ്യദ്രോഹ ശക്തികൾക്ക് കൂട്ടുപിടിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഇനി അതാണ് ശരി, ഞാൻ അതിന് അനുകൂലമായി സംസാരിച്ചില്ലെങ്കിൽ എന്റെ പൊസിഷനിൽ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ എന്റെ പ്രേക്ഷകർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള കണക്കൂട്ടിൽ അറിയാൻ പാടില്ലാത്ത, ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ചില സിനിമാ നടന്മാരും ഇവരുടെ വലയിൽ വീണിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ആകാംക്ഷപുരി നമ്മൾ പരസ്യമായിട്ട് തന്നെ പറയാൻ തയ്യാറായി. പണം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു, പക്ഷെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ആ പണം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അവരെ കൂടുതലായി ചോദ്യം ചെയ്യണം. ഇത് വെറുതെ ആരെങ്കിലും ഇവിടെ ഇരുന്ന് ഇത് വെറുതെ പറയുന്നതാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അവർ വളരെ കൃത്യമായിട്ട് പറയുന്നു, എനിക്ക് പണം ഓഫർ ചെയ്തിരുന്നു, അങ്ങനെയാണെങ്കിൽ ആരാണ് പണം ഓഫർ ചെയ്തെന്നുള്ള എൻക്വയറി വളരെ കൃത്യമായി നടക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വരുന്ന നെഗറ്റീവായിട്ട് വരുന്നതും പോസിറ്റീവായിട്ട് വരുന്നതുമായ എല്ലാ പ്രതികരണങ്ങളും ശ്രദ്ധിക്കുന്നു എന്നാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉമർ ഖാലിദിനെ റിലീസ് ചെയ്യണം എന്ന് ഈ പ്രതിഷേധക്കാരുടെ കയ്യിലിരിക്കുന്ന ഒരു പോസ്റ്റർ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇവരുടെ സമരം ആരംഭിച്ചത് നീറ്റിന്റെ പേരിലാണെങ്കിൽ ഇന്നത് കൃത്യമായി ദേശവിരുദ്ധ ശക്തികളുടെ കയ്യിൽ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ, രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ, ഇവരൊക്കെ ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും. FCRAയിലെ നിയന്ത്രണം പുനഃപരിശോധിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. അല്ലാഹുവിന്റെ പേരിൽ നടക്കുന്ന സമരമാണ്, അതുകൊണ്ട് പങ്കാളികളായില്ലെങ്കിൽ മാറിയിരിക്കാൻ ഞങ്ങൾക്കാർക്കും കഴിയുകയില്ലെന്ന് കേരളത്തിൽ വയനാട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഡൽഹി ചെന്നതിന് ശേഷം പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അല്ലാഹുവിന്റെ പേരിൽ നടക്കുന്ന സമരമാണ്. നീറ്റ് സമരം എങ്ങനെയാണ് അല്ലാഹുവിന്റെ പേരിലാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊന്ന്, ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടൽ ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന്റെ എല്ലാം ഒരു സ്പോൺസേർഡ് സമരമായി സമരം മാറിക്കഴിഞ്ഞപ്പോൾ വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചു. വാങ്ചുക്ക് അവസാനിപ്പിച്ചാലും സമരം അവസാനിക്കുന്നില്ല എന്ന് അഭിജിത്ത് DK പ്രഖ്യാപിക്കുന്നു. കാര്യം വാങ്ചുക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം, ഒരുപക്ഷെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന നിലപാടുണ്ടായിരുന്ന ഒരാൾ എന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്ന ഒരാൾ. അദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാരോട് അദ്ദേഹം ചില കണ്ടീഷൻസ് മുമ്പോട്ട് വെക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട 2 കണ്ടീഷൻസ് അത് പരിഗണിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിപ്പോൾ സർക്കാർ പറയുന്നുണ്ട്, ഇവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നുണ്ട്, ചർച്ച കഴിഞ്ഞു. അപ്പോഴൊക്കെ ഇനി മോദിയുടെ രാജി, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ നീട്ടിക്കൊണ്ടുപോയി ഈ കാലയളവിൽ വലിയ കലാപവും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കുവാൻ വലിയ ഫണ്ടിങ് നടക്കുന്നു എന്നുള്ളതാണ് ഈ അവസാനമായി പുറത്തു വന്ന വാർത്ത. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ സിനിമാക്കാരും അവതാരകരും ഒക്കെ ഈ പേയ്മെന്റ് വാങ്ങിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തോട്ടെ, പക്ഷേ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. മറ്റൊരു കാര്യം, ഈ സൈലം, കേരളത്തിൽ നിന്ന് സൈലത്തിന്റെ ഫൗണ്ടർ, അയാള് അവിടെ സമരം പ്രഖ്യാപിക്കുന്ന വേദിയിൽ ചെന്ന് നിന്നിട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, MS സൊല്യൂഷൻ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ചോദ്യപേപ്പർ ചോർത്തി എന്ന നിലയിൽ വാർത്ത പുറത്തു വന്ന് തെളിവുകൾ സഹിതം പിടിക്കപ്പെട്ട MS സൊല്യൂഷന് ക്വസ്റ്റ്യൻ എത്തിച്ചു നൽകിയത് സൈലമാണെന്നൊരു വാർത്ത അക്കാലത്ത് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കാണാനേ സാധിക്കുന്നില്ല. നമ്മൾ ഈ സേതുരാമയ്യർ CBI സിനിമയിൽ കാണുന്നത് പോലെ ഒരാളെ കൊന്നിട്ട് അതിനെതിരായി CBI കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട്
സംഘടന ഉണ്ടാക്കിയ ജഗദീഷിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യവിരുദ്ധ ശക്തികളെല്ലാം കൂടി, അതായത് ഇതിന്റെ പ്രതിഫലം കൈപ്പറ്റിയിരുന്നവർ കുട്ടികളെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കി ഉന്നത ഫീസ് വാങ്ങി പഠിപ്പിച്ചിരുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിച്ചിരുന്നവരും ഇന്ന് ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത്തരത്തിലെല്ലാം സംഭവിക്കുന്ന സമയത്ത് ഇതിനകത്തൊരു ബോധപൂർവമായ ഒരു ഗൂഢാലോചന. ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് എനിക്കൊരു 30 സെക്കൻഡ് എടുക്കുന്നത്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മാധ്യമങ്ങൾ, അതായത് ദേശീയ മാധ്യമങ്ങൾ ഒരു സമയത്ത് കൃത്യമായി അവഗണിക്കപ്പെട്ട ഒരു വാർത്തയെ ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിലെ മാധ്യമങ്ങൾ വഹിക്കുന്ന ഒരു പങ്ക് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏഷ്യാനെറ്റാണ് റിലീസ് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നു, RSS സർസംഘചാലകൻ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച രീതി വാർത്ത 2 ദിവസം മുമ്പ് 24 ന്യൂസിൽ ഒരു വാർത്ത വരുന്നു, ABVP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ABVP എവിടെയാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്? വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് അന്നും ഇന്നും ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പാറ്റാക്കൂട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ NDA ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധിച്ച സംഘടനയാണ് ABVP. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല, കൃത്യമായി ഈ വിഷയം പറഞ്ഞു, പക്ഷേ വളരെ കൃത്യമായ ഇടപെടൽ സർക്കാർ നടത്തിയിരിക്കുന്നു എന്ന പൂർണ്ണമായ വിശ്വാസം RSSനുമുണ്ട്, ABVPക്കുമുണ്ട്. സർസംഘചാലകൻ പറഞ്ഞു പോലും കുട്ടികളുടെ ആശങ്ക പരിഹരിക്കണം, ആജ്ഞയല്ല വേണ്ടത്. CJP വിഷയത്തിൽ സർസംഘചാലകൻ ഇത് യാഥാർത്ഥ്യം എന്താണ്? വിശ്വമാംഗല്യ സഭയുടെ ആഗോള വനിതാ സംഘടന ഡൽഹി സംഘടിപ്പിച്ചൊരു മഹിളാ സമ്മേളനത്തിൽ ഏതാണ്ട് 6-7 ലക്ഷം വനിതകളോളം വരുന്ന വലിയൊരു സംഘടനയെ അഡ്രസ് ചെയ്തിട്ട് സംഘത്തിന്റെ സർസംഘചാലകൻ പറയുന്നു, കുട്ടികളുടെ ജിജ്ഞാസകൾ നിങ്ങൾ പരിഹരിക്കണം. അവരുടെ കുട്ടികൾ എങ്ങനെയാവണം ഈ ആത്മനിർഭര ഭാരതത്തിൽ നിന്നൊരു ഉപദേശം നൽകുകയാണ് സർസംഘചാലകൻ. ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയം ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ചിത്രം സഹിതം ഏഷ്യാനെറ്റ് ഇതാ പുറത്തുവിട്ടിരിക്കുന്നു. RSSും കേന്ദ്രമന്ത്രിസഭയ്ക്ക് ഇങ്ങനെ വാർത്തകൾ പടച്ചുവിടുക, കള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ പണം ഈ സ്ഥാപനങ്ങൾക്ക്, ഏഷ്യാനെറ്റ് അടക്കം ഞാൻ പറയും, ഈ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ലഭിക്കുന്നുണ്ട്, എന്നെയും സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരു സെലിബ്രിറ്റി പറയുമ്പോൾ കൃത്യമായ എൻക്വയറി ഈ വിഷയത്തിൽ ആവശ്യമാണ്. അത് മുമ്പ് തൊട്ടേ പറഞ്ഞൊരു മാധ്യമം എന്ന രീതിയിൽ ജനം TV അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്നുകൂടി പറഞ്ഞു അവസാനിപ്പിക്കും. വളരെയധികം നന്ദി ശ്രീ അരുൺ മോഹൻ, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.